ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയും? കേട്ട കാര്യങ്ങൾ പറയുക കേട്ടോ. കേട്ട കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ പറയുക. പിന്നെ എന്തൊരു കാര്യം കേൾക്കുമ്പോഴും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പഴയ കാലത്ത് കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടതോ കേട്ടതൊക്കെ ഓർമ്മ വരിക. അപ്പോൾ അത് പറയാണ് കേട്ടോ. ഞാനത് ഒരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ട്. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നല്ല. പിന്നെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ. കേട്ടാൽ ഒരു കാര്യം കേട്ടാൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു അഭിപ്രായം എനിക്കുണ്ടാവുമല്ലോ. അങ്ങനെ പറഞ്ഞത് അങ്ങനെ വെറുത്ത കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയാണ് പറയണത്. ഇപ്പോൾ എഫ് ബിയിൽ കൂടുതലും കാണുന്നത് ഇതാണ്, റോഡ് തകർന്ന് വീണത്. അവിടെ മലപ്പുറം ജില്ലയിൽ റോഡ് തകർന്ന് വീണുണ്ടല്ലോ. അതിൽ 3 കാർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ റോഡ് നിർമ്മാണത്തിനെ കുറിച്ചാണ്. അപ്പോൾ റോഡിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അതായത് അവർ ഈ പാടങ്ങളൊക്കെ നികത്തിയിട്ട് ഒരു തരിയില്ലാത്ത മണ്ണൊക്കെ ആവുക പാടത്ത്. ആ പാടമൊക്കെ മണ്ണിട്ട് തീർത്തിട്ട് ആണ് റോഡ് പണിതിക്കുന്നത്. അതേപോലെ ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടാവും, അതൊക്കെ പുതിയ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൽ കൂടെയൊക്കെയാണ് റോഡ് പണിതിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇത്രയും ഹൈറ്റിൽ അവർ ഈ താഴത്തുനിന്ന് അത്രയും ഹൈറ്റ് വരെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പണിതിക്കുന്നത്. അപ്പം മണ്ണിട്ട് നികത്തിയിട്ട് അവരെ ട്രാക്ടർ ആ സംഭവമൊക്കെ വെച്ചിട്ട് അമർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ അമർത്തലോണ്ടൊന്നും മണ്ണവിടെ നിൽക്കില്ല. ഈ നിലക്ക് മഴ പോലെ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അവിടെ നിൽക്കില്ല. പുതിയ മണ്ണിട്ട് നമ്മളിപ്പോൾ മുറ്റത്ത് കുറച്ച് ചെളി വന്ന് നമ്മൾ കുറച്ച് മണ്ണ് അവിടെ കൊടുന്നിട്ടാ ആ മണ്ണ് അവിടെ കിടക്കൊന്നുമില്ല. അത് മഴ പെയ്യുമ്പോൾ അത് ഒലിച്ചു പോകും. അതുപോലെ തന്നെ പഴയ മണ്ണ് ഉറച്ച് കിടക്കണതേ അവിടെ നിൽക്കുള്ളൂ. ഈ പുതിയ മണ്ണ് ഉയരമുള്ളിടത്തുനിന്ന് മാന്തിയിട്ട് ഈ താഴ്ചയുള്ളിടത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടൊക്കെയാണ് റോഡ് പണിതിക്കുന്നത്. അതും മലപ്പുറം ജില്ലയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കട്ടകൾ വെച്ചിട്ടാണ് 2 സൈഡ് കെട്ടിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഇത്രയും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ എവിടെ സ്പേസ് ഉണ്ടാവുക? അവർ ഓസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമൊന്നുമല്ല. ഇപ്പം ഈ ടാറിട്ട പിന്നെ ശാസ്ത്രീയമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ടാറും ഇതൊക്കെ തന്നെ അല്ലേ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കുമോ? അപ്പോൾ വെള്ളം ഇറങ്ങും, ഒരുമിച്ച് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് തൂങ്ങും, ഒക്കെ കൂടി അങ്ങോട്ട് കെട്ടിമറിഞ്ഞ് വീഴും. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാവുക. അതിനിപ്പോൾ എന്താ പറയുക, പല രീതിയിലുള്ള ട്രോളുകൾ വരുന്നുണ്ട്. ഒരു പുതിയൊരു റോഡൊക്കെ പണിത് കഴിഞ്ഞാൽ അതൊക്കെ ഉറക്കാൻ കുറേ സമയം എടുക്കും. ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഇടിഞ്ഞു വീഴും. മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞു വീഴും. അപ്പോൾ അതൊക്കെ വീണ്ടും നിവർത്തി അത് ശരിയാക്കിയിട്ട് ഒരു 5-6 പ്രാവശ്യം ശരിയാക്കുമ്പോഴാണ് അതവിടെ ഉറക്കുള്ളൂ. അപ്പോൾ അത് പോരാത്തതിന് ഇത്രയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയൊക്കെ പുതിയ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പുതിയ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് പാടങ്ങൾ നികത്തിയിട്ടും പാലങ്ങൾ പണിതിട്ടും ഒക്കെയാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് എന്തായാലും വെള്ളം വരുമ്പോൾ വെള്ളം നിൽക്കുന്ന പാടങ്ങളുണ്ടാവും. ഈ മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡാം തുറന്നാൽ ഫുള്ള് വെള്ളം അവിടെ നിന്ന് വന്നിട്ട് നിൽക്കുന്ന പാടങ്ങളും തോടുകളൊക്കെ ഉണ്ടാവും. അതിൽ കൂടെ ഒക്കെയാണ് ഈ റോഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളങ്ങൾ എവിടേക്കാണ് പോവുക? വെള്ളം വരുന്നത് ആ മഴ പെയ്യുമ്പോൾ വെള്ളം വരും. അപ്പോൾ അതിന് ചിലപ്പോൾ അവിടെ താങ്ങാനുള്ള ശക്തിയൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിലിപ്പോൾ റോഡ് നിർമ്മാണ കമ്പനിക്കാരെ കുറ്റം പറഞ്ഞിട്ടോ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടോ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കഴിയില്ല. അതിൻ്റെ മുറക്ക് അത് സംഭവിക്കും. നമ്മൾ സൂക്ഷിക്കാമെന്ന് മാത്രം, അത്രേ പറ്റുള്ളൂ. വണ്ടി സൂക്ഷിച്ച് ഓടിച്ചുകൊണ്ട് പോവുക. അതൊന്ന് ഗംഭീര മഴയൊക്കെ ആണെങ്കിൽ വല്ലാതെ അങ്ങോട്ട് പിന്നെ 100 കിലോമീറ്റർ ഓടിക്കാനുള്ള പാത ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മഴയത്ത് 100 കിലോമീറ്റർ ഓടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ച് പോയാൽ മതി. അങ്ങനെ പറയട്ടോ.
അപ്പോൾ ഇങ്ങനെ FB തുറക്കാൻ പാടില്ല. FB തുറന്നാൽ ഇതന്നെ കാണുന്നത്, ഈ റോഡ് തകർന്ന കേസ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടുക എല്ലാവരും. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. പാടങ്ങൾ നികത്തിയിട്ടും ഇതൊക്കെയാണ് പുതിയ മണ്ണിട്ടിട്ട് തൂർത്തിട്ടൊക്കെയാണ് ഈ റോഡ് പണിതുള്ളത്. അതൊക്കെ ഒന്ന് അവിടെ ഉറക്കാൻ ചിലപ്പോൾ 10 കൊല്ലം 5 കൊല്ലമൊക്കെ എടുക്കും അവിടെ ഒന്ന് ഉറച്ച് സെറ്റാവാനായിട്ട്. അപ്പോൾ പുതിയ റോഡ് ഇത്ര കാലം ഒരു 6-7 മാസക്കാലം വേനൽക്കാലം കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വേനൽക്കാലത്താണ് ഇപ്പോൾ ആ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്താലാണ് എവിടെയൊക്കെ ഇടിയും എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ മഴ പെയ്യണം, എന്നാലേ അറിയുള്ളൂ. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെന്താ, കടലുണ്ടി പുഴ അവിടെയൊക്കെയാണ് പാലിട്ടിക്കുന്നത്. കടലുണ്ടി പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞാൽ ഈ പാടത്തേക്ക് കയറുന്നതാവും. അങ്ങനെ വെള്ളം നിറഞ്ഞ് തരുന്ന സ്ഥലമാവും. അവിടെയൊക്കെയാണ് റോഡ് പണിതിക്കണമെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ അതൊക്കെ സ്ലാബ് ഇട്ടിട്ടാണ് അവർ 2 സൈഡ് കെട്ടി, ചെറിയ ചെറിയ സ്ലാബുകൾ ഇട്ടിട്ട്. ഏത് സ്ലാബായാലും ഇടിയും. മണ്ണ് ഇട്ടിട്ട് പുതിയ മണ്ണ് കൊണ്ടിട്ടിട്ട് അമർത്തിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം മഴ വരുമ്പോൾ എന്തായാലും ഇടിയും, ചില വശങ്ങൾ ഇടിയും. ചിലയിടത്ത് ചിലപ്പം അതിന് വെള്ളം മഴ പെയ്താൽ പിന്നെ തൂക്കമുള്ളിടത്തേക്കിനല്ലേ വെള്ളം പോവുക. അപ്പോൾ മേലെ നിന്നുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇടിയും. അങ്ങനെയാണ്. അപ്പോൾ FBയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ കുട്ടി, ഒരു 3 വയസ്സായ കുട്ടീനെ നമ്മൾ പുഴയിൽ എറിഞ്ഞ് കൊന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ ആൾക്കാർ വേറെ രീതിയിൽ പറയണം, നമ്മുടെ ആൾക്കാർ വേറെ രീതിയിൽ പറയണം. പക്ഷെ FBയിൽ ആ കുട്ടിയുടെ കുറിച്ച് പോസ്റ്റ് ഇടാൻ ആൾക്കാർക്ക് നേരം ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചത് അതാണ്, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ആർക്കും അത് യൂട്യൂബിലാണെങ്കിൽ ഫുള്ള് അത് തന്നെ ഉള്ളൂ. അപ്പോൾ FBയിലാണെങ്കിൽ ഈ കുട്ടിയുടെ കാര്യം ഇടാൻ ആർക്കും സമയം കിട്ടിയിട്ടില്ല. ഒരാളാണ് ഇട്ട് ഞാൻ കണ്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ റോഡ് ഇടിഞ്ഞതാണ് ഇട്ടിക്കണത്. അതിനെ പറ്റിയാണ് സംസാരം. മന്ത്രിമാർ വരുന്നതും കോൺഗ്രസിൻ്റെ ആൾക്കാർ വരുന്നതും ഡാൻസ് കളിക്കുന്നതും കുറ്റം പറയണമൊക്കെയാണ് ആൾക്കാർ ഇട്ടുകൊണ്ട്. ഈ കുട്ടി മരിച്ചതും കുട്ടീനെ കാണാണ്ടായൊന്നും ഇട്ടിട്ടില്ലാരും. ഒരാളാണ് ഇട്ടിട്ട് കണ്ടുള്ളൂ. സമയത്ത് യൂട്യൂബ് തുറക്കാൻ നിർത്തില്ല. ആ കുട്ടിയുടെ കാര്യമാണ്. അപ്പം അമ്മയ്ക്ക് മാനസികം ഉണ്ടെന്നാണ് പറയണത്. അമ്മക്ക് മാനസികം ഉണ്ടായിട്ടൊന്നും അല്ലടോ അത് ചെയ്യുന്നത്. പിന്നെന്താണെന്നറിയോ, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരാളിപ്പോൾ ഇത്തിരി പണിയെടുക്കാൻ, ജോലി എടുക്കാൻ സാമർത്ഥ്യക്കുറവുള്ളവർ, ചിലപ്പോൾ ചില ആൾക്കാർ അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാവും, സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ പല കാര്യങ്ങളും ആൾക്കാർ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ മറ്റൊരാളുടെ ഇഷ്ടം ഇയാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കണം. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറ്റം ആ ആളേനെ മിണ്ടൂല, എന്താ മിണ്ടൂല, സംസാരിക്കൂല പറഞ്ഞിട്ട് ആളായിട്ട് എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുക. ആൾക്ക് സംസാരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാത്തത്. സംസാരിച്ചില്ലെങ്കിൽ വേണ്ട അങ്ങനെയാണ്ട് വിചാരിച്ച കാര്യം കഴിഞ്ഞു. അപ്പോൾ സംസാരിക്കില്ല. അവളമ്മന്നെ പറഞ്ഞിട്ട് ജോലി എടുക്കാത്തതിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ജോലി എടുക്കാൻ വയ്യാത്ത ആളാണെങ്കിൽ എടുക്കണ്ട, അത് നിർബന്ധിച്ചെടുപ്പിക്കണ്ട. അതൊക്കെ എടുപ്പിക്കുമ്പോൾ അത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് മനസ്സിലാക്കാനൊന്നും ചില ആൾക്കാർക്ക് ബുദ്ധിയുണ്ടാവില്ല. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ, അവർ മാനസികമായിട്ട് തകരും, അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവണതാണിത്. അപ്പോൾ അവളൊരു അക്രമം ചെയ്യുന്നത് വരെ ഇവർ പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും. ആ കുട്ടീനെ അവളങ്ങനെ തീരുമാനിക്കുന്നത് വരെയുള്ള പ്രഷർ മറ്റുള്ള ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കുട്ടീനെ അവൾ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് പിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് കുട്ടീനെ. അപ്പോൾ അവൾക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. നമുക്കറിയില്ല കേട്ടോ എന്താ കാര്യം എന്നൊന്നും. അപ്പോൾ അവളുടെ ആൾക്കാർ വേറെ പറയുന്നുണ്ട്, കുട്ടിയുടെ അച്ഛൻ്റെ ആൾക്കാർ വേറെ പറയുന്നുണ്ട്, നാട്ടുകാർ വേറെ പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒരു പെണ്ണ് സ്വയം മരിക്കുന്നത് വരെ അല്ലെങ്കിൽ മക്കളെ കൊല്ലുന്നത് വരെ ആ ആൾക്കാരെ ഇങ്ങനെ പ്രഷർ അടിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാരങ്ങനെയും പലയിടത്തും അങ്ങനെ കാണുന്നുണ്ട്. കുറൊക്കെ അക്രമത്തിൻ്റെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, പിന്നെ ഇവരുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്
അതൊന്നും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പം മക്കളെ കൊല്ലണ്ട, അവനാണ്ട് ജീവൻ കളയണ്ടെന്നൊന്നും ചിന്തിക്കാനുള്ള ബോധമൊന്നും കുറേ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തീരെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സംസാര വിഷയം. പിന്നെ കണ്ടത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കേട്ടത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. എനിക്കൊരഭിപ്രായം തോന്നിയപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അതൊന്നും അങ്ങനെ തന്നെ ആണെന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ ആണ്, ഞാൻ പറഞ്ഞതുപോലെ ആണെന്നൊന്നും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. എനിക്ക് കണ്ടത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.